ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹെഡ്ലാൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ആദ്യം തന്നെ കുക്കിംഗ് വ്ളോഗ് എന്ന് വിചാരിച്ച സമയത്ത് എന്ത് കുക്ക് ചെയ്യും, അതൊരു മെയിൻ കാര്യമല്ലേ. എന്ത് കുക്ക് ചെയ്യുമെന്ന് ഞാൻ കുറേ റിസർച്ച് നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ബുക്ക് നോക്കി അതൊന്നുമല്ല കേട്ടോ. ആദ്യം അതായിരുന്നു കൺഫ്യൂഷൻ, നോൺ ചെയ്യണോ വെജ് ചെയ്യണോ. പിന്നെ ഞാൻ വിചാരിച്ചു നോൺ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു മിനിമം ടേസ്റ്റ് ഗ്യാരണ്ടി അല്ലേ. അപ്പോൾ ഇത് വെജായിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിൽ വന്നത്. അതായത് എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളായിരുന്നു കൈപ്പക്ക. ഈ കൈപ്പക്ക പറഞ്ഞ ഈ വെജിറ്റബിൾ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞാൽ അതിൻ്റെ കയ്പ്പാണ്. ആർക്കും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചിലവർക്കൊന്നും ഈ കയ്പ്പ അത്ര അങ്ങോട്ട് ദഹിക്കില്ല പറഞ്ഞാൽ ഫുഡ് കഴിച്ച് ദഹിക്കില്ല എന്നല്ല, അതായത് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. അതേപോലെ തന്നെയായിരുന്നു ഞാനും. എനിക്ക് കല്യാണത്തിൻ്റെ മുന്നേ ആണെങ്കിലും ഞങ്ങളെ വീട്ടിലും കുറേ ഡിഷസൊക്കെ വെക്കും, പക്ഷേ ഞാനങ്ങനെ ട്രൈ ചെയ്യില്ല. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ, അതായത് ഹരിയേട്ടൻ്റെ അമ്മ ഒരു ഡിഷ് വെക്കുന്നത് കണ്ട ശേഷമാണ് ഈ ഒരു കയ്പ്പ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ ആ ഒരു ഡിഷ് തന്നെ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണെങ്കിൽ പോലും ഒട്ടുമിക്ക ആൾക്കാരും, എന്നെപ്പോലെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങളതിന് ഒരു ടാറ്റ ബൈ ബൈ പറയാം. നമുക്ക് ഈ ഒരു ഡിഷ് നിങ്ങൾ എങ്ങനെയായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കൈപ്പക്ക ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് 2 കാര്യം മാത്രം മതി. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം വേണ്ടത് കയ്പ്പയാണ്. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കയ്പ്പയാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് അതിനാവശ്യമുള്ള കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഞാൻ അത് കട്ട് ചെയ്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. കയ്പ്പ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതാ 2 ഹാഫായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സാധനം കളയണം കേട്ടോ. അറിയാത്തവർക്ക് പറഞ്ഞു തരാണ്. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുക, എന്നിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്യുക, കുനുകുന. ഇതേപോലെ കയ്പ്പയ്ക്കും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഈ വെളുത്തുള്ളി ഇത് മൊത്തമായിട്ട് നമ്മുടെ കയ്പ്പയിൽ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പറഞ്ഞാൽ കുറച്ച് അധികം നിൽക്കണം, അതായത് കുറഞ്ഞു പോകരുത്. കാരണം ഉപ്പ് ഞാൻ എൻ്റെ ഒരു അളവിനാണ് ഇടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് ഇടുക. ചിലവർക്ക് നല്ല എരിവ് വേണമെന്നുണ്ടാവും. എരിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആ എരിവൊന്നും അങ്ങനെ ഫീൽ ചെയ്യൂല. തീരെ മുളക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് കയ്പ്പ് കുറച്ച് അറിയും. അപ്പോൾ അതിനെക്കാട്ടി അല്ല ഒരു ഏകദേശം കുറച്ചൊരു മുളക് പൊടി ഇടുക കേട്ടോ. നിങ്ങളെന്ത് പാകത്തിന്, നിങ്ങൾക്ക് എരിവ് തീരെ പറ്റാത്തവരാണെങ്കിൽ കുറയ്ക്കാം. ഇത്രമാത്രം ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ ഈ കയ്പ്പേൻ്റെ ഈ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ. അതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല നമ്മൾ കുഴച്ച് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ കുഴയ്ക്കുക കേട്ടോ. നല്ല പ്രസ് ചെയ്ത് കുഴച്ച ശേഷം കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് മാറ്റി വെക്കുക. കുറച്ച് നേരം എടുത്ത് വെച്ച ശേഷം നമ്മളത് തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ജസ്റ്റ് ഒന്ന് നാം വെച്ച് നോക്കുക.
ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും കുറവ്, ഉപ്പൊന്ന് കുറച്ച് എടുത്ത് നിൽക്കണം. എന്നാൽ ഇതിൽ വരുമ്പോൾ കുറച്ച് നമുക്ക് ആ കയ്പ്പ് അറിയാതിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത ശേഷം പിന്നെ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ബെറ്റർ കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ ശേഷം കുറച്ചായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മൾ കുഴച്ച് വെച്ചത് ആഡ് ചെയ്യാം. അപ്പം ഞാനെല്ലാം അതും അതിൽ ആഡ് ചെയ്ത ശേഷം നമ്മൾ മെല്ലെ ഇടവിട്ട് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയത് കുറച്ച് സമയമെടുക്കും. നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നിൽക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടുക. നല്ല കരിഞ്ഞും പോവരുത്, എന്നാൽ നല്ല ഗ്രീനിഷായിട്ടും നിൽക്കരുത്. അതാണ് അതിൻ്റെ പാകം. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്, എന്നാൽ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടും. നല്ല ഇതിൻ്റെ കളർ ചേഞ്ചായി വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോഴും നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇടവിട്ട് ഇളക്കിയാൽ മതി. എപ്പോഴും ഇളക്കിയിരിക്കണ്ട, അപ്പോൾ അത് കുക്കാവില്ല. എപ്പോഴും ഈ ഡാർക്ക് ഗ്രീനുള്ള കളറ് നല്ല ബ്രൗൺ ആയി വരണം. അപ്പോൾ ഈ ഒരു ഡിഷ് ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ വന്ന ശേഷമാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് എത്ര ടേസ്റ്റായിട്ട് നമ്മളെ കയ്പ്പ കഴിക്കാമെന്ന് നിങ്ങൾക്ക് ഈ ഡിഷ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതേപോലെ തന്നെ വേറൊരു ഡിഷും കൂടെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ ഇപ്പം റിവീൽ ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഡിഷ്, അതായത് കയ്പ്പ വെച്ചിട്ട് തന്നെ ഇതേപോലെ വേറൊരു സുഖമായിട്ട് കഴിക്കാനും വെറൈറ്റി ആയിട്ട് കഴിക്കാനും കയ്പ്പറിയാതെ കഴിക്കാനും പറ്റുന്നൊരു ഡിഷ് ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ അമ്മേനെയും കൂടി ആഡ് ചെയ്യാം. അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അമ്മേൻ്റെ ചെറുപ്പകാലത്ത് അമ്മേൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്ന ഒരു ഡിഷാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇതിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്രീനുള്ള ഒരു സ്റ്റേറ്റൊക്കെ മാറി നല്ല ഡ്രൈ ആയി വരും. നമ്മൾ ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് നമ്മളത് സ്ലോ കുക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഇന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ഡേയ്സ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് ഒരു ചമ്മന്തി കഴിക്കൂലേ, നമ്മൾ എടുത്ത് ചമ്മന്തി പൊടിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്ന പോലെ നമുക്ക് എടുത്ത് കഴിക്കാം. നല്ല രസമാണ്. പക്ഷെ അന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ അത്യാവശ്യം കുറേ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 2-3 കയ്പ്പെടുക്കുക. ഇവിടെ ഞങ്ങൾ പിന്നെ കുറച്ച് 3 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒറ്റൊരു കയ്പ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു കയ്പ ഉണ്ടാക്കിയാൽ തന്നെ ചെറിയൊരു ബൗളിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡ്രൈ ആയി ഒന്ന് കുറച്ചേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ്. അപ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കയ്പ്പെടുക്കുക. അപ്പോൾ വെളുത്തുള്ളീൻ്റെ അളവ് കൂട്ടാം. വെളുത്തുള്ളീൻ്റെ അളവ് കൂട്ടിയാലാണ് കയ്പേൻ്റെ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. പിന്നെ മുളക് പൊടിയാണെങ്കിലും ഉപ്പാണെങ്കിലും നല്ല കുറയ്ക്കരുത്. ഒരു ലെവല് കുറച്ചൊന്ന് കൂടി നിൽക്കുക തന്നെയാണ് വേണ്ടത്. ഏകദേശം അതിൻ്റെ പരുവായി ഈ രീതിയിലാവും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഏകദേശം കണ്ടാലറിയാം ഈ ഗ്രീനൊക്കെ പോയി കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതിന്ന് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കഴിക്കാനാണ്. പക്ഷെ ഇവിടുത്തെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു പരുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ മാറ്റി. അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം. നമുക്ക് കുറച്ച് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ നമ്മൾ ഒരു കയ്പ വെച്ചുണ്ടാക്കിയ ഐറ്റമാണിത്.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 4-5 ഡേയ്സൊക്കെ സുഖമായിട്ട് കേടുവരാതെ നിങ്ങൾക്ക് ചോറിന് കഴിക്കാം. ചോറിനൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പം ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയാണ് ഇട്ടത്. വെറും ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പം ടേസ്റ്റ് ചെയ്താലോ? ഇതാണ്. പൊതുവെ കയ്പ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് വെച്ചിട്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. ഏകദേശം ഒന്ന് കയ്പറിയാതെ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ചോറ് കഴിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് കഴിക്കുകയാണ്. നെവർ മൈൻഡ്. അങ്ങനെ കടിക്കും. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റ് കയ്പ അറിയൂല, പക്ഷേ വേറൊരു ടേസ്റ്റാവും. കയ്പയാണ് നമ്മൾ കഴിക്കണ. ഇവിടെ കുറച്ച് ഗസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ആ ഗസ്റ്റ് വന്ന സമയത്ത് അവർക്ക് കൊടുത്ത സമയത്ത് അവരിങ്ങനെ ചോദിക്കുന്നത് ഇതെന്താ. അവസാനം ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് കഴിക്കാം. സോ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് കയ്പറിയാതെ ഇങ്ങനെ കയ്പ അകത്താക്കാം. അത് നമ്മൾ ഇത്രയും ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു കയ്പേനെ നമ്മൾ ഒഴിവാക്കി കളയണോ? ജസ്റ്റ് തിങ്ക്. അപ്പോൾ ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് കയ്പേൻ്റെ. അപ്പോൾ ആ ഒരു വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് ഞാൻ അമ്മേനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അമ്മ അന്ന് ഉണ്ടാക്കി കാണിച്ചു തരും. ഓക്കെ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.